ഹായ് ഫാമിലി ടൈൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു മസാല ദോശ ഈ കാണുന്ന ഐറ്റം അത് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. അതിങ്ങനെ കഴിക്കാൻ തന്നെ തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ, അല്ലേ? കാണുമ്പോൾ തന്നെ അതൊന്ന് കഴിക്കാൻ തോന്നുന്നില്ലേ? ആ വടയും നല്ല നൈസായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ചുട്ടെടുത്തിട്ടുള്ള ചൂട് മസാല ദോശ. അപ്പോൾ നമ്മളത് കഴിക്കാൻ പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചമ്മന്തി ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ ചമ്മന്തിയിൽ തൊട്ടിട്ടൊന്ന് കഴിച്ചു നോക്കി. വേറെ ഫീല്, വേറെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ നമ്മളൊരു വലിയ കഷ്ണം എടുത്ത് വെച്ചിട്ട് നമ്മൾ സാമ്പാറിലൊന്ന് മുക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. സാമ്പാറും നല്ല നല്ല തിക്നെസ് ഉള്ള നല്ല ഗ്രേവി, നല്ല അടിപൊളി കഷ്ണങ്ങളൊക്കെ ഉള്ള സാമ്പാറാണ്. അതും സൂപ്പറാണ്, കൊള്ളാം, അടിപൊളിയാണ്, ഒന്നും മോശം പറയാനില്ല. ഇനി നമുക്ക് നമ്മുടെ ചട്നിയിലൊന്ന് മുക്കിയിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ അതും അടിപൊളിയാണ്. ചട്നിയൊക്കെ നല്ല തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള അടിപൊളിയാണ്. അതേപോലെ നമ്മളിനി മസാല ഒന്ന് നോക്കാം. മസാല അത്യാവശ്യം തെറ്റില്ലാത്ത മസാലയാണ്. അടിപൊളി അല്ലെങ്കിൽ ഭയങ്കര ഇത് ഇവിടെ തന്നെ കിട്ടുള്ളൂ ഇങ്ങനത്തേന്നൊന്നും പറയാൻ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് കരുവാരകുണ്ടിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഒരു മസാല ദോശ കിട്ടുന്ന സ്ഥലം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിലല്ല, വേറെ ഇല്ല. നല്ല ടേസ്റ്റിയാണ്. ആ മസാലയും ഒക്കെ കൂട്ടി നമുക്ക് ആ സാമ്പാറിലും ആ ചട്നിയിലും ഒക്കെ മുക്കി കഴിക്കാനും, അതേപോലെ കണ്ടില്ലേ നമ്മുടെ സമ്മന്തിയൊക്കെ തീർന്നു പോയി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഈ സ്പോട്ട് മിസ് ചെയ്യരുത്. നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ കാര്യങ്ങൾ, അതേപോലെ ഇവിടെ സദ്യ, അതുപോലെ നെയ്റോസ്റ്റ്, നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇനി നമുക്ക് വട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വടയും തന്നെ അടിപൊളിയാണ്. വട നല്ല വെന്ത് പരുവായിട്ടുള്ള വട, വളരെ ടേസ്റ്റിയാണ് സാമ്പാറിലൊക്കെ മുക്കി കഴിക്കാൻ. ഞാൻ വടയുടെ ടേസ്റ്റ് കാരണം ഞാൻ ഒരു വടയും കൂടിയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വരും. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട, കാരണം ഇത്രയും നല്ല വട എനിക്ക് നാട്ടിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇതുപോലെ നല്ലൊരു സംരംഭം നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളത് ഒന്ന് ട്രൈ ചെയ്യാതിരിക്കരുത്. ഉച്ചയ്ക്കൊക്കെ നല്ല സദ്യയാണെന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ ഒരു സദ്യയുടെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. അപ്പോൾ വടയൊക്കെ കണ്ടില്ലേ, നല്ല നല്ല ടേസ്റ്റി, കാണാൻ തന്നെ എന്ത് ചേലാണെന്ന് നോക്കൂ. അതേപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല സെറ്റായിട്ടുള്ള വട കണ്ടോ. ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല സെറ്റായിട്ടുള്ള അടിപൊളി നല്ല സോഫ്റ്റ് വട. ഇനി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടീ കൂടി നമ്മൾ കഴിച്ചു. അതും നമ്മൾ ടംബ്ലറിൽ നല്ല ഇത് സംഭവമൊക്കെ ആക്കിയിട്ട് നമുക്ക് തന്നിട്ടുള്ള അടിപൊളി ടീ ആണ്. ടീ അല്ല കേട്ടോ, അത് കോഫിയാണ്. ടീ എന്ന് പറഞ്ഞത് ക്ഷമിക്കണം, കോഫിയാണ്. ടീ ഒക്കെ അവിടെ കിട്ടും. പിന്നെ ഫാമിലിക്കൊക്കെ കഴിക്കാനൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു വലിയ ഒരു ഹോട്ടൽ തന്നെയാണ്. നമ്മുടെ കരുവാരകുണ്ട് ട്രഷറിയുടെ അടുത്താണ്. കിഴക്കേത്തല ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ട് നമ്മൾ ട്രഷറിയുടെയൊക്കെ തൊട്ടടുത്തായിട്ടാണ്. നമ്മളൊരു ചർച്ചൊക്കെ വരുന്നുണ്ട്, ചർച്ചിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ്. അതേപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമുക്ക് ഈ സ്പോട്ട്. ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള നല്ല സെറ്റായിട്ടുള്ള ഒരു കടയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കടയുടെ ഓണർ. അപ്പോൾ കട പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അന്നപൂർണ ഭവൻ എന്നാണ് പേര്. റോഡിന് സൈഡ് തന്നെ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ സൗത്ത് ഇന്ത്യൻ ബാങ്കൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ എന്തായാലും നല്ല ഒരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ ഇതുപോലുള്ള വീഡിയോ കാണാൻ നമ്മുടെ